ഹലോ, എൻ്റെ കയ്യിലിരിക്കുന്നത് നമ്മുടെ സ്വന്തം മിൽമയുടെ ഡയറി വൈറ്റ്നർ ആണ്. ഈ പ്രോഡക്റ്റ് ഇത്ര ക്വാളിറ്റിയിൽ ഇത്ര കിടിലമായിട്ട് എങ്ങനെയാണ് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത് എന്നൊന്ന് കണ്ടാലോ? വാ. പൗഡർ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള പാല് നമ്മൾ കളക്ട് ചെയ്ത് BMC-കളിൽ നിന്നും കളക്ട് ചെയ്തിട്ട് പാൽ ഇവിടെ വരുന്നു. ഇവിടെ ഇപ്പോൾ ടാങ്കർ വന്നതിന് ശേഷം ഇത് ലാബിലേക്ക് സെക്യൂരിറ്റി വിളിച്ച് പറയും, ടാങ്കറിന്റെ റിപ്പോർട്ടിംഗ് വിളിച്ച് പറയും. അപ്പോൾ ലാബോറട്ടറിയിൽ നിന്ന് സ്റ്റാഫ് വന്നിട്ട് അതിനെ സാമ്പിൾ നന്നായിട്ട് പ്ലഞ്ച് ചെയ്തതിന് ശേഷം സാമ്പിൾ എടുക്കുന്നുണ്ട്. എന്നിട്ട് അവരതിന് ശേഷം പോയിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം ഓപ്പറേറ്ററോട് സാമ്പിൾ ഓക്കെ എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റർ നേരെ ഈ പൈപ്പ് ലൈനുകളൊക്കെ CIP അടിച്ചിട്ടേക്കുന്ന ലൈനുകളാണ്. ഈ ലൈന് ടാങ്കറിന്റെ വാൽവിൽ കണക്ട് ചെയ്യും. കണക്ട് ചെയ്തതിന് ശേഷം ചില്ലർ അല്ലെങ്കിൽ അൺലോഡിംഗ് ലൈൻ ഓപ്പറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ടാങ്കർ അൺലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ചില്ലർ. വരുന്ന പാലിനെ ഇതിൽ കൂടി കയറ്റി വിട്ടാലാണ് നമുക്ക് ചില്ല് ചെയ്തെടുക്കുന്നത്. ഒന്നും കൂടി നമ്മൾ തണുപ്പിച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള സൈലോയിലേക്ക് ഇത് പമ്പ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഇവിടെ ക്രീം സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ക്രീം സെപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രീം സെപ്പറേഷൻ കഴിഞ്ഞാൽ ക്രീമിനെ നമ്മൾ ആ ഇരിക്കുന്ന ടാങ്ക് രണ്ടും ക്രീം ടാങ്കുകളാണ്. അപ്പോൾ ക്രീം നമ്മൾ ക്രീം ടാങ്കിലേക്ക് പമ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ക്രീം അങ്ങനെയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. പിന്നെ ആ ക്രീമാണ് നമ്മൾ നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അവിടെ നിന്ന് നമ്മൾ ഗീ മെൽറ്റിംഗ് റൂമിലേക്ക് പമ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സെക്ഷനാണ് നമ്മുടെ പാസ്ചറൈസേഷൻ സെക്ഷൻ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടും ഈ പ്ലാന്റിൽ നടക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരുന്ന പാലിനെ 74 to 78 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കിയിട്ട് ബിലോ 4 ഡിഗ്രി സെൽഷ്യസിലേക്ക് തണുപ്പിക്കും ആ പാലിനെ. എന്നിട്ട് അതിനൊരു ഹോൾഡിങ്ങും കൊടുക്കുന്നുണ്ട്. 15 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചൂടാക്കിയിട്ട് ഹോൾഡ് ചെയ്ത് തണുപ്പിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. അത് മെയിൻ ആയിട്ട് നടക്കുന്നത് ഈ ഒരു സെക്ഷനിലാണ്. അപ്പോൾ പാസ്ചറൈസേഷൻ ചെയ്യുന്നതോടൊപ്പം തന്നെ അതിനെ സ്റ്റാൻഡർഡൈസേഷനും നമ്മൾ ചെയ്യുന്നുണ്ട്. സ്റ്റാൻഡർഡൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലിലെ കൊഴുപ്പ്, അതുപോലെ തന്നെ SNF കൊഴുപ്പേതര ഘടകങ്ങളെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. എല്ലാതും മെഷീനുകളാണ്. എല്ലാതും നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഉപയോഗിച്ചിട്ടുള്ള ടാങ്കുകൾ, സൈലോ ലൈനുകൾ മുഴുവനും SS, അതായത് സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയൽ ആണ് എല്ലാത്തിനും യൂസ് ചെയ്യുന്നത്. പൈപ്പ് ലൈനിൽ CIP ക്ലീനിങ് ആണ് യൂസ് ചെയ്യുന്നത്. CIP എന്ന് വെച്ചാൽ ക്ലീനിങ് ഇൻ പ്ലേസ്. ആസിഡും ആൽക്കലിയും ഉപയോഗിച്ച് ഹൈ പ്രഷർ യൂസ് ചെയ്തിട്ടുള്ള ക്ലീനിങ് ആണ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ അവിടെ കണ്ട പാലിന്റെ സെക്കൻഡ് പ്രൊസീജിയർ, അതായത് നെക്സ്റ്റ് സ്റ്റേജ് ഇവിടെയാണ് വരുന്നത്. പാസ്ചറൈസ് ചെയ്ത പാലിനെയാണ് നമ്മൾ ഇവിടത്തേക്ക് പമ്പ് ചെയ്ത് കൊടുക്കുന്നത്. ശരി, നമുക്കിതൊക്കെ ഒന്ന് കണ്ടാലോ? നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് സ്റ്റോറേജ് സൈലോകൾ. നമ്മൾ ലിക്വിഡ് മിൽക്ക് പ്ലാന്റിൽ നിന്ന് പമ്പ് ചെയ്യുന്ന പാല് നമ്മുടെ സ്റ്റോറേജ് മിൽക്ക് സൈലോകളിൽ വരും. അതിനുശേഷം ഇത് ഈ ബാലൻസ് ടാങ്കിലേക്ക് വരുന്നു. ഇതൊരു പ്രീ ഹീറ്റർ ആണ്. ഈ പ്രീ ഹീറ്ററിൽ നിന്ന് ഒരു 45 ഡിഗ്രിയിൽ ചൂടാക്കിയതിനു ശേഷം കയറുന്നതാണ് ഫ്ലാഷ് വെസലുകളാണ്. ഈ ഫ്ലാഷ് വെസലിൽ കയറിയതിന് ശേഷം ഇത് നമ്മുടെ DSI ആണ്, ഡയറക്റ്റ് സ്റ്റീം ഇൻജക്ടർ എന്ന് പറയും. ആ ഡയറക്റ്റ് സ്റ്റീം ഇൻജക്ഷനും ശേഷമാണ് ഇത് കലണ്ടറിയയിലേക്ക് കയറുന്നത്. ഇവാപറേഷൻ വേണ്ടി കലണ്ടറിയയിലേക്ക് കയറുന്നത്. ഈ കലണ്ടറിയകളിൽ കയറി ഇറങ്ങി വന്നിട്ടാണ് അപ്പോഴത്തേക്കാണ് ഇത് 48% ടോട്ടൽ സോളിഡ് ഉള്ള പാലായിട്ട് കോൺസെൻട്രേറ്റഡ് ഫോമിലേക്ക് മാറുന്നത്. ഈ കലണ്ടറിയയിൽ നിന്നാണ് ഇത് സ്റ്റോറേജ് ടാങ്കിലേക്ക് പോകുന്നത്, കോൺസെൻട്രേറ്റഡ് സ്റ്റോറേജ് ടാങ്കിലേക്ക് പോകുന്നത്. ഇവാപറേഷന് ശേഷം ഇത് കോൺസെൻട്രേഷൻ മിൽക്ക് ടാങ്കിലേക്ക് വരുന്നു, കോൺസെൻട്രേറ്റഡ് മിൽക്ക് ടാങ്കിലേക്ക് വരുന്നു. ഇവിടെ നിന്ന് ഒരു ഹോമോജനൈസർ കം ഹൈ പ്രഷർ പമ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്പ്രേ ഡ്രൈയിങ് സെക്ഷനിലേക്ക് പാലിനെ പമ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇതാണ് സ്പ്രേ ഡ്രൈയിങ് ചേമ്പറിന്റെ ഏറ്റവും ടോപ്പ് പോർഷൻ. അപ്പൊ ഇവിടത്തേക്കാണ് നമ്മൾ പാലിനെ പമ്പ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ താഴെ കണ്ടത് ഇവാപറേഷൻ സെക്ഷൻ ആയിരുന്നു. അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത പാലിനെ നമ്മൾ ഹൈ പ്രഷർ പമ്പ് ഉപയോഗിച്ച് നമ്മുടെ
സ്പ്രേ ഡ്രൈയിങ് സെക്ഷനിലെ ടോപ്പിലേക്കാണ് പമ്പ് ചെയ്ത് കൊടുക്കുന്നത്. നാരോ ഡ്രോപ്ലെറ്റ്സ് ആയിട്ടാണ് നമ്മൾ പമ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഹൈ പ്രഷറിൽ ചെറിയ കണികകളായിട്ട് നമ്മൾ സ്പ്രേ ചെയ്യാണ് ചെയ്യുന്നത്. സ്മോൾ പാർട്ടിക്കിൾസ് ആയിട്ടുള്ള മിൽക്കിന്റെ പാർട്ടിക്കിൾസും ഹോട്ട് എയറും കൂടി ബ്ലെൻഡ് ആവുമ്പോഴാണ് കംപ്ലീറ്റ്ലി ബാക്കിയുള്ള മോയ്സ്ചറൂടെ റിമൂവ് ആയിട്ട് പൗഡർ ഫോമിലേക്ക് താഴത്തേക്ക് സ്പ്രേ ഡ്രൈയിങ്ങിന്റെ താഴത്തെ ചേമ്പറിൽ എത്തുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി പൗഡർ ആയിട്ട് ഇത് താഴത്തേക്ക് വരുന്നത്. സ്പ്രേ ഡ്രൈയിങ് ടെക്നോളജി യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് പൗഡറിന് കൂടുതൽ ഷെൽഫ് ലൈഫ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു വെറ്റബിലിറ്റി, പൗഡർ ഇടുമ്പോൾ വേഗം തന്നെ ഇത് ഡൈല്യൂട്ട് ആവുന്ന ആ ഒരു പ്രോപ്പർട്ടി, അതൊക്കെ നമുക്ക് സ്പ്രേ ഡ്രൈയിങ് ചെയ്യുന്നതിലൂടെ കിട്ടുന്നതാണ്. പിന്നെ ഏറ്റവും നല്ലത് നന്നായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയുന്നതൊക്കെ ഈ ടെക്നോളജി യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് കൂടുതൽ ഷെൽഫ് ലൈഫ് കൊടുക്കാനും നല്ല ക്വാളിറ്റി ഉള്ളൊരു പൗഡർ മാനുഫാക്ചർ ചെയ്യാൻ കഴിയുന്നതും ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇത്രയും പ്രൊസീജിയേഴ്സ് കഴിഞ്ഞ് വന്ന പാല് ദ മൂമെന്റ് പൗഡർ ആവുന്നതിന്റെ ഫസ്റ്റ് സ്റ്റേജ് സംഭവിക്കുന്നത് ഇവിടെയാണ്. കറക്റ്റ് അല്ലേ? ഡെയിലി രാവിലെ പാലിൽ കലക്കി കുടിക്കുന്ന പാൽ പൗഡറിൽ, നമ്മുടെ മിൽക്ക് പൗഡറിൽ ഇത്രയും വലിയ പ്രൊസീജിയേഴ്സ് ഉണ്ട് എന്നുള്ളത് എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ബാക്കി പ്രൊസീജിയേഴ്സും കൂടി കാണാം. ബാ. നമ്മുടെ സ്പ്രേ ഡ്രൈയിങ് സെക്ഷൻ അവസാനിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്കും പൗഡർ ഏകദേശം ഒരു 90 ഡിഗ്രി 100 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ടെമ്പറേച്ചറിനെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രയറിൽ കൂടി കടത്തി വിടുമ്പോഴാണ് ടെമ്പറേച്ചർ ഒന്ന് കൺട്രോൾ ആവുക. ടെമ്പറേച്ചർ കൺട്രോൾ ആവുക മീൻസ് നമുക്ക് പാക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ടെമ്പറേച്ചറിലേക്ക് അത് എത്തണം. ഇതാണ് നമ്മുടെ പൗഡർ ടെസ്റ്റ് ചെയ്ത് നടത്തുന്ന ലബോറട്ടറി. ഇവിടെ നമ്മൾ മെയിനായിട്ടും ചെയ്യുന്നത് പൗഡർ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ആണ് ചെയ്യുന്നത്. പൗഡറിലെ മോയ്സ്ചർ, ബൾക്ക് ഡെൻസിറ്റി, അതുപോലെ തന്നെ അതിൽ പ്രോട്ടീൻ, ഫാറ്റ്, അതിനുള്ളിൽ എത്ര ടോട്ടൽ സോളിഡ് ഉണ്ട്, ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ലബോറട്ടറിയാണ്. ഇത് എക്സ്ക്ലൂസീവ്ലി ഫോർ പൗഡർ ടെസ്റ്റിംഗ് ആണ്. ഇതാണ് നമ്മുടെ കൺട്രോൾ റൂം. ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ഈ പ്ലാന്റിലെ മുഴുവൻ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ പാക്കിംഗ് സെക്ഷൻ. നമ്മുടെ ഫൈനൽ പാക്കിംഗ് ഇവിടെയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്പ്രേ ഡ്രൈയിങ്ങിനെല്ലാം ശേഷം നമ്മുടെ ഇവിടത്തേക്കാണ് നമ്മുടെ പൗഡർ വരുന്നത്. നമുക്കിവിടെ മെയിനായിട്ട് 3 ടൈപ്പ് പൗഡറാണ് ഉള്ളത്. ഒന്ന് സ്കിംഡ് മിൽക്ക് പൗഡർ, ഹോൾ മിൽക്ക് പൗഡർ, പിന്നെ ഡയറി വൈറ്റ്നർ. ഇപ്പോൾ ഡയറി വൈറ്റ്നറാണ് ഈ മധുരമുള്ള പാൽപ്പൊടി എന്ന് പറയുന്നത്. അപ്പോൾ മറ്റ് 2 പ്രൊഡക്റ്റുകളും നമ്മുടെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ സ്റ്റാൻഡർഡൈസേഷൻ പർപ്പസിനൊക്കെ മറ്റ് ഡയറികളിലേക്കാണ് സ്കിംഡ് മിൽക്ക് പൗഡർ, ഹോൾ മിൽക്ക് പൗഡർ ഒക്കെ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഡയറി വൈറ്റ്നർ എന്ന് പറയുന്നതാണ് നമ്മൾ മാർക്കറ്റിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ 1 കിലോ മുതൽ നമുക്ക് 20 ഗ്രാം വരെയുള്ള വെറൈറ്റീസ് ഉണ്ട്. 10 കിലോ ഉള്ള ഡയറി വൈറ്റ്നർ ഉണ്ട്. ഇപ്പോൾ നമ്മൾ പാക്ക് ചെയ്യുന്നത് 20 ഗ്രാമിൻ്റെ ഡയറി വൈറ്റ്നറാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. 10 രൂപയുടെ പാക്കറ്റാണ് ഈ ഇപ്പോൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇത് കൂടാണ്ട് 20 ഗ്രാം ഉണ്ട്, 200 ഗ്രാം ഉണ്ട്, 500 ഗ്രാം ഉണ്ട്, 900 ഗ്രാം ഉണ്ട്, 10 kg ഉണ്ട്. അപ്പോൾ അങ്ങനെ പല വെറൈറ്റിയിലുള്ള ഡയറി വൈറ്റ്നർ നമ്മളിവിടെ പാക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കലക്കി കുടിക്കുന്ന നമ്മുടെ മിൽക്ക് പൗഡറിന്റെ ഒരു ഫുൾ ജേർണി എന്ന് പറയുന്നത് അല്ലേ? അങ്ങനെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ സാധനത്തിന്റെ പിന്നിൽ ഇത്രയും വലിയ കഥകളുണ്ട് നമുക്ക് അറിയില്ലായിരുന്നു. ഈ ഫൈനൽ പാക്കേജ് എടുത്ത് വെച്ചുകൂടി നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടാണ് പുറത്തേക്ക് വിടുന്നത്. ഇതിന് എത്ര നാളത്തെ ഷെൽഫ് ലൈഫാണ് നമ്മൾ പറയുന്നത്? 10 മാസമാണ് പറയുന്നത്. 10 months ഷെൽഫ് ലൈഫ്. അതെ അതെ, ഷെൽഫ് ലൈഫ്. ഓക്കെ. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ ആ ഒരു എൻ്റയർ ലോങ് പ്രോസസ്സ് കണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് പാലിൽ നിന്ന് നമ്മളുടെ കയ്യിലേക്ക് എത്തുന്ന പാൽപ്പൊടി രൂപത്തിലേക്ക് ഇത് മാറുന്നത് എന്നുള്ളതിൻ്റെ ഒരു എൻ്റയർ ജേർണി നമ്മളെ കണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത് നമ്മുടെ അസിസ്റ്റൻറ്റ് മാനേജർ രശ്മി മാമാണ്. മാം, താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരു എൻ്റയർ ജേർണി നമുക്ക് കാണിച്ചു തന്നതിന്, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ടെക്നിക്കലി പറഞ്ഞു തന്നതിന്. അപ്പം ലാസ്റ്റ് ആയിട്ട് മാമിന് എന്തെങ്കിലും മിൽമയെ സ്നേഹിക്കുന്ന ജനങ്ങളോട് പറയാനുണ്ടോ? ഇത്രയും കാര്യമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ക്വാളിറ്റി ചെക്കിങ് നടത്തിയതിന് ശേഷം നമുക്ക് അത്രയും എൻഷുർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് പുറത്തേക്ക് വിടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ഈ വീഡിയോയിലൂടെ ഇതെങ്ങനെയാണ് ഇത് പ്രോസസ്സ് ചെയ്യുന്നതെന്നും പാക്ക് ചെയ്യുന്നതെന്നുള്ള മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും
മിൽമയുടെ പാൽപ്പൊടി വാങ്ങി യൂസ് ചെയ്യുക, അഭിപ്രായം പറയാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം മിൽമേന്റെ ഒരു ആഡ് നമ്മൾ ലാസ്റ്റ് കണ്ട പോലെ മിൽമ തുടർന്നുകൊണ്ടേയിരിക്കും, ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ എന്താ പറയാ തുടർന്നുകൊണ്ടേയിരിക്കും. മിൽമയുടെ ആ ഒരു ജൈത്രയാത്ര തുടരട്ടെ. അപ്പൊ ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു. ബൈ.